ബിഗ് ബോസ് മലയാളം സീസൺ 6നെ കുറിച്ചല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 5നെ കുറിച്ചാണ്. നമ്മുടെ അഖിൽ മാരാർ കൊളുത്തിവിട്ട ആ ഒരു തീയെ അതിങ്ങനെ ആളിപ്പടർന്ന് കാട്ടുതീയായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഖിൽ മാരാർ ലാസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന ആ തൻ്റെ സഹ മത്സരാർത്ഥിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ആ ഒരു ലൈവ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് അഖിൽ മാരാരുടെ ചാനലിൽ കയറിയാൽ അത് കാണാനായിട്ട് പറ്റും. അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ലൈവ് മുഴുവൻ കാണണമെങ്കിൽ ഏകദേശം 20 മിനിറ്റോടുണ്ട്. ലൈവ് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്മുടെ അഖിൽമാരുടെ വീഡിയോയുടെ ലിങ്ക്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശോഭാ വിശ്വനാഥുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലി ടാസ്ക് അവിടെ വന്നിരുന്നു. ആ ഫാമിലി ടാസ്കിൽ ആദ്യം ശോഭയുടെ വീട്ടുകാരെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആരും വരാൻ തയ്യാറായിരുന്നില്ല. ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ നോക്കി, ജ്യേഷ്ഠൻ വരാൻ തയ്യാറായിരുന്നില്ല. അവസാനം ആ ഫാമിലി ടാസ്ക് തന്നെ മാറ്റിവെക്കാൻ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉന്നതരിൽ ഒരാൾ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ അഖിൽ മാരാർ പറയുന്നത്. പക്ഷേ അവർക്ക് മുകളിലേക്ക് ഇത് പോവുകയും താഴെയുള്ള ആളുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ശോഭയുടെ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ ഫാമിലി വരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ടാസ്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല എന്ന് മുകളിലേക്ക് റിപ്പോർട്ട് പോയതും, പിന്നെ ഇത് ഒരു കാരണം. ഇനി മറ്റൊരു കാരണമാണ് ഈ പറയണത്, ശരിക്ക് ഫാമിലി കൊണ്ടുവരുമ്പോൾ കുറേ എക്സ്പെൻസ് ഉണ്ട് എന്നാണ് പറയുന്നതിൽ പിന്നെയും മനസ്സിലാക്കാം. അതല്ലാതെ ഒരു മത്സരാർത്ഥിയുടെ ഫാമിലി വരുന്നില്ല എന്നതുകൊണ്ട് ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് മാറ്റിവെക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് താഴെയുള്ള ക്രൂ മെമ്പേഴ്സ് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തതിനനുസരിച്ചാണ് ആ ടാസ്ക് അവിടെ നടന്നത് എന്നുള്ളതാണ് അഖിൽ മാരാർ പറയുന്നത്. പിന്നെ അഖിൽ മാരാർ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ ശോഭയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. ഒരു ദിവസം അനങ്ങാതെ ഇരിക്കുക എന്ന് പറയുന്നത് ആ ഹൗസിൽ മറ്റാരെ കൊണ്ടും ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം അനങ്ങാതിരിക്കുക എന്നുള്ളത് ശോഭയ്ക്ക് മാത്രം പറ്റുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത്. ടിക്കറ്റ് ടു ഫിനാലെ, ഡയറക്റ്റ് ശോഭയെ ഫിനാലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ടാസ്ക് ആണെന്നുള്ളതാണ് അഖിൽ മാരാർ പറയുന്നത്. അടുത്തത് 1.5 ലക്ഷം രൂപ അഖിൽ മാരാർ നാദിറയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഖിൽ മാരാറുടെ വിശദീകരണം ഉള്ളത്. താൻ ഒരിക്കലും നാദിറയുടെ വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല, ഞാനത് കൊടുത്തതും ഇതേവരെ പറഞ്ഞിട്ടില്ല. 1.5 ലക്ഷം രൂപ നാദിറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതേവരെ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. അതും ശോഭ ഇപ്പോൾ എടുത്ത് പറയുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടെയാണ് എന്നുള്ളതാണ് അഖിൽ മാരാർ പറയുന്നത്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ, കഴിഞ്ഞ സീസണുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതായതുകൊണ്ട് ഇത് ഞാൻ എടുത്തു പറഞ്ഞെന്ന് മാത്രം. എന്തായാലും ഇനിയും ഒരുപാട് പുകയാൻ സാധ്യതയുണ്ട്. പുകഞ്ഞ് ഒരു അഗ്നിപർവ്വതം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ മോൾ ഷൈൻ ഇതിനെതിരെ, അതായത് ഈ ആരോപണത്തിനെതിരെ അന്വേഷിക്കാൻ ഒരു ടീമിനെ നിയോഗിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക.